പ്രിയപ്പെട്ടവരെ, ഞാൻ വിദേശയാത്രയിലാണ്. അതുകൊണ്ടാണ് ഈ കേരള രാഷ്ട്രീയത്തിലെ ചായക്കട നിലവാരത്തിലുള്ള വിഷയങ്ങൾ ദൈനംദിന അടിസ്ഥാനത്തിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ എത്താത്തത്. മെയ് 4-ാം തീയതി നാട്ടിൽ തിരിച്ചെത്തണം എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെ തുടർന്ന് വീണ്ടും പഴയ പരിപാടി തന്നെ പുനരാരംഭിക്കാം എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ പറയാൻ പോകുന്നത് സെബ സലാം എന്ന ഒരു യുവതിയെക്കുറിച്ചാണ്. ഇവരെ നിങ്ങൾ അധികം പേര് കേട്ട് കാണുകയില്ല എന്ന് വിചാരിക്കും. ഇവർ ആലുവക്കാരിയാണ്. ആലുവക്കടുത്ത് കൈൻറ്റിക്കര എന്ന സ്ഥലത്താണ് ഇവരുടെ സ്വദേശം. ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്. വളരെ അപൂർവമായ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന ഒരു മാരക രോഗം ഏതാണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ ഇവരെ പിന്തുടരുന്നുണ്ട്. വീടിനടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചത്. അവിടുന്ന് 12ാം ക്ലാസ്സിൽ വലിയ മാർക്കോടുകൂടി പാസ്സായി. അതിനെ തുടർന്ന് ആലുവയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ബിരുദ ക്ലാസ്സിൽ ചേർന്നുവെങ്കിലും അനാരോഗ്യ നിമിത്തം പിന്നെ കോളേജിൽ പോകാനോ തുടർന്ന് പഠിക്കാനോ സാധിച്ചില്ല. ഈ കുട്ടി സ്വന്തം വീട്ടിൽ ഈ ഓക്സിജൻ മാസ്ക് വെച്ചാണ് കഴിയുന്നത്. ശ്വാസോച്ഛ്വാസം വളരെ ബുദ്ധിമുട്ടാണ്. പേശികളുടെ ശക്തി നഷ്ടപ്പെട്ടതുകൊണ്ട് കിടക്കയിൽ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റുകയില്ല. മുഴുവൻ സമയവും ഈ കുട്ടിയുടെ ഉമ്മയും മറ്റാളുകളുമൊക്കെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ഒരാളാണെങ്കിൽ ഇതുപോലൊരു പ്രതിസന്ധിയിൽ തളർന്ന് അവശനായി പോകുമായിരുന്നു. ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഇവിടെയാണ് സെബ സലാം എന്ന പെൺകുട്ടി വ്യത്യസ്തത. ആ കുട്ടി നിരാശാബാധിതയായില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷയുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇനി എത്ര നാളുണ്ടാകും എന്ന കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. എങ്കിൽ പോലും എഴുത്തും വായനയും ചിത്രരചനയും ഒന്നും മുടക്കിയിട്ടില്ല. ഈ കുട്ടിയുടെ ഓർമ്മക്കുറിപ്പുകളും കവിതകളും ചേർത്തൊരു പുസ്തകമായിട്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. വിരൽ പഴുതിലെ ആകാശങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പേര് 2023 ജനുവരി മാസത്തിൽ നമ്മുടെ മന്ത്രി പി രാജീവാണ് അത് പ്രകാശിപ്പിച്ചത്. ആ പ്രകാശന ചടങ്ങിൽ ഞാനും പങ്കെടുത്തു. ആ പ്രകാശന ചടങ്ങിൽ സെബ സലാമിന് എത്താൻ പറ്റിയില്ല. കാരണം അവർക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല, വീട് വിട്ട് പോകാൻ കഴിയുകയില്ല. അങ്ങനെ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന പെൺകുട്ടി, കുട്ടിയുടെ കവിതകളെക്കുറിച്ച് പിന്നീട് കൽക്കട്ടയിൽ ഇറങ്ങുന്ന ടെലഗ്രാഫ് പത്രത്തിലൊക്കെ വലിയ റൈറ്റപ്പുകൾ വന്നിട്ടുണ്ട്. മലയാള പത്രങ്ങളും വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്നും അവിടെ വിസ്തരിക്കുന്നില്ല. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ SMA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ അപൂർവ രോഗത്തിൻ്റെ ചികിത്സ വളരെ വളരെ ചിലവേറിയതാണ്. ഇതിൻ്റെ മരുന്ന് വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതാണ്. ബഹുരാഷ്ട്ര കുത്തകളാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. അത് സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. എത്ര സമ്പന്നർക്ക് തന്നെ അപ്രാപ്യമാണ്. അത്രയും വിലപിടിപ്പുള്ള മരുന്നാണ്. ഈ മരുന്ന് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ പെൺകുട്ടി ഹൈക്കോടതിയിൽ റിട്ട് ഹർജി കൊടുത്തു. ഭാഗ്യവശാൽ ആ ഹർജി വന്നത് നമ്മുടെ കരുണാമയനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലായിരുന്നു. അത് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും കുറഞ്ഞ വിലയ്ക്ക് SMA രോഗബാധിതരായ ആളുകൾക്ക് മരുന്ന് കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇതിനെതിരായിട്ട് മരുന്ന് കമ്പനികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ കേസുള്ളത്. അപ്പോൾ ഈ കേസിൻ്റെ പെൻഡൻസിയിൽ 1 വർഷത്തേക്ക് ഈ മരുന്ന് സെബ സലാമിന് സൗജന്യമായിട്ട് കൊടുക്കാം എന്ന് മരുന്ന് കമ്പനിക്കാരെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ സെബയുടെ പോരാട്ടത്തിൻ്റെ ഒരു വിജയമാണ്. പക്ഷേ ഈ വിജയം പരിപൂർണതയിൽ എത്തണമെങ്കിൽ എന്ത് വേണം? സെബയുടെ ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കണം. ഹൈക്കോടതി ഉത്തരവ് അവിടെ സ്ഥിരീകരിക്കപ്പെടണം. എന്നാൽ മാത്രമേ ഈ രോഗക്കിടക്കയിൽ നിന്നുള്ള ഈ പോരാട്ടം പരിപൂർണമായ വിജയപ്രാപ്തിയിലെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. നമ്മുടെ സുപ്രീം കോടതി ആയതുകൊണ്ടും നമ്മുടെ ജഡ്ജിമാരായതുകൊണ്ടും എന്തായിരിക്കും വിധി എന്നൊന്നും ഈ ഘട്ടത്തിൽ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും എടുത്തു പറയത്തക്ക ധീരതയുടെ ഒരു പ്രതീകമാണ് ഈ പെൺകുട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ഘട്ടങ്ങളിൽ തളർന്നു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോയേക്കാവുന്ന പെൺകുട്ടികൾക്ക് സെബയുടെ പോരാട്ടം ഒരു മാതൃകയായി തീരും, ഒരു ഉത്തമ ദൃഷ്ടാന്തമായി തീരും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, കൂടുതൽ പേർ ഇത് ചർച്ച ചെയ്യട്ടെ. ഇതുപോലെയുള്ള മാരക രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസത്തിൻ്റെ ഒരു ചെറിയ കൈത്താങ്ങെങ്കിലും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.